എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്ന നല്ലൊരു തൈര് കറിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നൊരു തൈര് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 അല്ല 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഒത്തിരി ടേസ്റ്റ് വേണ്ടാത്തവർക്ക് കുറച്ചിട്ടാൽ മതി. പിന്നെ ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകം, പിന്നെ കടുക്. ഈ 3 സാധനം ഇട്ട് നമുക്കൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇഞ്ചി ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ എരിവുള്ള പച്ചമുളകാണ്. ഇവിടെ എടുത്തിരിക്കുന്ന 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സവോള ഒരു ചെറിയ സവോളയാണ്. അതിൻ്റെ അര സവോളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സവോള ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ സവോളയൊന്നും ഒത്തിരി വഴന്ന് പോകാൻ ഗോൾഡൻ ബ്രൗൺ കളർ ആകണ്ട. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ ഒരു തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരണം ഈ തക്കാളി. ഇപ്പോൾ നോക്കി, തക്കാളി ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന തൈര് 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തൈര് ചേർക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഒത്തിരി കുറുകിയ തൈര് ആയിട്ട് വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളവും ചേർക്കുന്നില്ല. ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് ചെറു തീയിലൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തൈര് കറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.